ആരും ഇല്ലേ ഒന്ന് 2 മിണ്ടിയും പറഞ്ഞിരിക്കാൻ നോക്കിയ ഒരു തരയും കാണാം. ഇത് എന്തര നാടാണ്. ആ അണ്ണേ നീ വന്നേ. നീ ഏത് വീട്ടിലത്? നിങ്ങളാര്? ഞാൻ ജെസിയുടെ ഉമ്മ. അതാര്? അല്ലടി, എന്റെ മോളല്ലേ ഇപ്പൊ അവൻ കെട്ടിയത്. കുടുംബം നശിപ്പിച്ച. അങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നു. അങ്ങനൊന്നും അല്ല. അവൻ കയറി ഇറങ്ങി എൻ്റെ പെണ്ണിൻ്റെ പിറക്ക നടന്ന് 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 എൻ്റെ ഫോൺ വഴി ഉണ്ടല്ലേ എന്താ മെസ്സേജൊക്കെ ഇട്ടിട്ട് എൻ്റെ പെണ്ണിനെ കറക്കിയെടുത്ത്. അങ്ങനെ ആ പെണ്ണാണെങ്കിൽ തപസ് ചെയ്ത് ഒറ്റയടിക്ക് ഇരുന്നിട്ട് അവന് തന്നെ മതിയെന്ന് അങ്ങനെ കെട്ടിച്ചു കൊടുത്തതാ. അന്ന് നമ്മളൊന്നും അറിഞ്ഞില്ല 2ാം കെട്ടാന്ന്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സമ്മതിക്കുമോ? എന്നിട്ട് എന്ത് പറ്റി? എൻ്റെ മോളെ വിധി. അവളിപ്പോൾ വരണോ എൻ്റെ മോളെ നേരെ. എൻ്റെ കുഞ്ഞ് പാവോ. നിൻ്റെ വീട്ടിലൊക്കെ അങ്ങ് പറഞ്ഞുതരാം. എൻ്റെ മോള് പാവോ. പെണ്ണ് ഒതുങ്ങിയാണ് നിൽക്കുന്നത്. മറ്റോളൊന്നും അറിഞ്ഞാൽ എൻ്റെ കൊച്ചിനിട്ടു നീ നിൽക്കാനും വയ്യ. നീ അകത്തോട്ട് വാ, സംസാരിക്കണ്ടേ. പിന്നെ എനിക്ക് കൊച്ചിനിട്ട് അങ്ങ് കഷ്ടപ്പെടുത്തലോട് കഷ്ടപ്പെടുത്തല. മോളെ വീട്ടിലൊക്കെ അങ്ങ് പറഞ്ഞുതരാം. അതൊക്കെ അപ്പുറത്തെ വീട്ടിലും അങ്ങ് പറഞ്ഞുതരാം. അതൊക്കെ പറയണം കേട്ടാ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവും മക്കളും. കെട്ടിയനും മക്കളും ഒക്കെ ഉണ്ടാ? നിങ്ങളെ മോളല്ലേ കറക്കിയെടുക്കാൻ വന്നത്? അല്ല പെണ്ണേ, അങ്ങനെ ആര് പറഞ്ഞേ? നിന്റെ അടുത്ത് ആര് പറഞ്ഞേ എൻ്റെ മോളാ കറക്കിയെടുത്തെന്ന്? എൻ്റെ മോളല്ല. എൻ്റെ മോള് പാവോ. എൻ്റെ വാ തുറന്നു നോക്കണം അത് നാക്കുണ്ടോന്ന്. അങ്ങനത്തെ മോളാ എൻ്റെത്. അവൻ കറക്കി എടുത്ത് എൻ്റെ പെണ്ണിനെ. പെണ്ണെ, എനിക്ക് ഇവിടെ കിടന്ന് തൂങ്ങാൻ വയ്യ. നീ 2 വർത്താനമൊക്കെ എനിക്ക് പറയണം. വാ, നീ അകത്തോട്ട് വാ. ഇപ്പൊ ജോലിയില്ല, പിന്നെ ആവട്ടെ. അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു വെക്കോടി. നീ വാ അങ്ങോട്ട്. പോട്ട്. നിങ്ങളെന്തായി ഗേറ്റ് പിടിച്ച് കിടന്ന് വലിയുന്നത്? അവിടെ ആര് നിൽക്കുന്നത്? അതില്ല, അപ്പുറത്തെ വീട്ടിലെ പെണ്ണ്. നിങ്ങൾക്ക് അവിടെ വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ? ആ പെണ്ണിന്റെ കണ്ടപ്പോ 2 വർത്താനം പറഞ്ഞേ. ഞാൻ വീട്ടിനകത്തിരുന്ന എന്തായും? പിന്നെ നാട്ടുകാരെ കണ്ടോണ്ടിരിക്കണ്ടേ? നിങ്ങൾ നാട്ടുകാരുടെ കഥ പറഞ്ഞുകൊണ്ട് നടക്കാം. നിങ്ങളെ ഞാൻ പോവാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നടന്നിട്ട് നാട്ടുകാരുടെ കഥ പറയാൻ നടക്കുക. എന്താ ഞാൻ പോണ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും പോകുന്നില്ല. നീ ആരെന്നെ പറഞ്ഞു വിടാൻ? നിങ്ങൾ വീട്ടിലോട്ട് പോയിരിക്കും. ഞാനിവിടെ എവിടെയാണെങ്കിലും എനിക്ക് നീ നാട്ടുകാരെ കാണാം. ഞങ്ങൾ അവരുടെ അടുത്തൊന്നും മിണ്ടത്തില്ല. നിങ്ങൾ ഇവിടെ വന്ന് നടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങള് മിണ്ടാത്തവരിന് ഞാനെന്താ വേണം? ഞാൻ എല്ലായിടത്തും മിണ്ടും. എനിക്ക് സംസാരിക്കാൻ ആളുകൾ വേണം. ഇല്ല പെണ്ണ്, ആ വീട്ടിൽ 2 പേരാണോ 3 പേരുണ്ടാ? മാമി, നിങ്ങൾ നാണം കെടുത്താൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ എവിടെ പോകാൻ ഇറങ്ങിയത്? ഞാൻ കടയിലോട്ട് പോകുന്നു. പോ നിന്റെ കാര്യം നോക്കിപ്പോ. വരുമ്പം ഞാൻ പറഞ്ഞു വിട്ട സാധനം ഒന്നും വാങ്ങിക്കാൻ മറക്കണ്ട. എൻ്റെ മരുന്നും കൂടെ വാങ്ങിച്ചേരാ. കാലെടുത്തിരി തൈലവും കൂടെ. വീട്ടിൽ പോയി നിങ്ങള്. പിന്നെ അവൻ പറയുമ്പോൾ പോകാനല്ലേ ഞാൻ ഇരിക്കുന്നത്. ഈ ഉമ്മ അവിടെ നിന്ന് എന്തോ കാണിക്കുന്നേ? ഈ ഉമ്മ മതിലും പൊത്തപ്പുറം പോവല്ലേ? ഇതെന്താ കാണിക്കുന്നേ? ആരും ഇല്ല. എന്തര നാട്. ഇപ്പൊ ഇല്ല, പെണ്ണിന്റെ ആല കയറാം. ഈ പെണ്ണ് ഇതിനകത്ത് തന്നെ. നീ എന്തമ്മ നീ ഇതീ കയറി എങ്ങനെ കിടന്നു? അട കിടന്നു. ഇനി വേറെ പോകും. എന്താ ഇങ്ങനെ പറയുന്ന? എന്ത് എന്തെങ്കിലും കൊള്ളത്തില്ല. എൻ്റെ മോള് തന്നെ ഇത്. അങ്ങ് 24 മണിക്കൂർ ഇങ്ങ് കിടന്നേക്കണം. കിടന്ന് ഒന്നിനും കൊള്ളാതെ തടിച്ചു വീങ്ങി. ഈ ഉമ്മയുടെ കാര്യം എന്ത്? ഞാൻ വേറെ ഉള്ള തിരക്കിപ്പോ. ഞാനിപ്പോ എന്താ ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തരണോടി നിന്റെ അടുത്ത്. നിന്റെ കെട്ടിയെന്നെ വഴിക്ക് കിട്ടണമെങ്കിൽ
എന്തമ്മ ഞാൻ എന്താ ചെയ്യണം? എടി അവ ഇപ്പൊ നിന്റെ റൂമിലെങ്കിലും വരുന്ന ഇല്ലല്ലേ? എന്തിന് കൊള്ളാം നിന്നെ. നിങ്ങൾ പറ ഞാൻ എന്താ ചെയ്യണം? ഉമ്മായ ഞാൻ പറഞ്ഞു തരാടി. അങ്ങ് കിടക്കാതെ അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് നിന്നെ കൊണ്ടുപോകണം, അത് ചെയ്യണം ഇത് ചെയ്യണം വാശിയൊക്കെ പിടിപ്പിച്ചൂടെ എനിക്ക്? സ്നേഹിക്കണം ഇങ്ങനെ 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 ഇങ്ങനെ. അയ്യോ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം ഒരു മോളെടുത്ത്. പിന്നെ ഞാൻ അതൊക്കെ അല്ലേ ഉമ്മ പറയുന്നത്. ഓ ഉമ്മ അങ്ങോട്ട് അവനെ എന്തിനിപ്പൊ പറഞ്ഞു വിട്ടത്? ഒന്നിനും പോവാത്തില്ല. ഉമ്മായെ കണ്ടല്ലേടി നീ വളർന്നത്, എന്നിട്ട് പോലും നിനക്ക് അറിഞ്ഞൂടെ? അവനെ വിളിച്ചിട്ട് പറയാ നിനക്ക് എവിടെയെങ്കിലും പോണെന്നാ ഇതൊക്കെ പറ. നീ കൊഞ്ചിക്കൊഴിഞ്ഞൊക്കെ ഇല്ലെങ്കിൽ അവളങ്ങ് കൊണ്ടുപോകും. അല്ലെങ്കിൽ അങ്ങനൊന്നും പോത്തില്ല സഫി. ഈ വേറെ അവളുമാര് അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഉമ്മായ ഞാൻ പറഞ്ഞു കൊടുക്കണം എങ്ങനെയൊക്കെ വേണമെന്ന്. ഞാൻ നോക്കട്ടെ, സഫി വരട്ടെ. ചെല്ല് വിളി. സഫി വരട്ടെ, നിങ്ങളങ്ങോട്ട് കയറി വാ. എവിടെയെങ്കിലും നിന്നെ കൊണ്ടുപോകാൻ പറയടി. ഇത്ര ദിവസമായി അല്ല സിനിമയ്ക്കാ അവിടെ ഇവിടെ കൊണ്ടുപോകാൻ പറ. ഇന്ന് ഞാൻ സഫിയെ കുപ്പിയിലാക്കി, നിങ്ങൾ നോക്കിക്കോ. അവനെ വിളിച്ചു വരുത്ത്. സഫി എന്ത് സഫി? എനിക്കൊരു ഷർട്ട് വേണം, ഞാൻ പുറത്തോട്ടൊന്ന് പോകുന്നു. അയ്യോ സഫിക്ക് ചേരുന്ന ഷർട്ട് തായിതാ. ഇതാണ് നല്ല മാച്ചാണ്. മാച്ച്. പിന്നെ ഞാൻ ഇത് സഫിക്ക് അയൺ ചെയ്ത് ഇത് വെച്ചതാ. സഫി ഇതിട്ടാ മതി. സഫി എന്ത് സഫി ഇങ്ങോട്ട് റൂമിലോട്ട് പോലും വരാത്തത്? നിനക്ക് സുഖമില്ലാത്തോണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വരാത്തത്. എന്താ സഫി അപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യോ? അപ്പൊ നീ എന്നോട് പിണങ്ങിയ? പറയടി അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് പിണക്കമില്ലേ? നീ ഞാൻ പിണങ്ങിയോ? ഓക്കെ അല്ലേ? നീ ഞാൻ പിണങ്ങിയോ? എന്ത് പെർഫെക്റ്റ് ഓക്കെ അല്ലേ? പിന്നെ എന്ത് സഫി ഇങ്ങോട്ട് വരാത്ത പോലും? അവനങ്ങനെ വിട്ടാ പറ്റത്തില്ല. നീ ഉമ്മായുമായിട്ട് നീ ഇപ്പൊ എന്തോ ഉമ്മ വന്നോണ്ടേ പിന്നെ നിന്റെ സഫി വീണ്ടും ക്ഷമയെന്നും പറഞ്ഞു പോയാ? ഞാൻ പോയൊന്നുമില്ല. ഞാൻ ക്ഷമിയെ കണ്ടിട്ട് തന്നെ എത്ര സമയമായി. പിന്നെന്താ ഇങ്ങോട്ട് വരാത്തത്? ഉമ്മയല്ല ഉമ്മ പറയുന്നത് കേട്ട് നടക്കല്ലേ? ഉമ്മ പറയുന്നു എന്റെ ഉമ്മ അല്ലേ, അതൊന്നും കുഴപ്പമില്ല. എന്ത് സഫി സ്നേഹമില്ലാത്താണ്. അപ്പോഴും പറ, എന്താ വേണം നീ പറഞ്ഞോ. എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. എനിക്ക് സ്നേഹം ഉണ്ടോള്ളല്ലേ എന്റെ അടുത്ത് വന്നത്. എന്നിട്ട് എന്റെ ഇഷ്ടങ്ങളൊന്നും ചെയ്തു തരുന്നില്ലല്ലോ. എന്നെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എത്ര ദിവസമായി സഫി? ഞാൻ ഇന്ന് ഫ്രീ ആണ്, നീ റെഡി ആവും. നമ്മൾ പുറത്തോട്ടൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെയാണ്. സൂപ്പർ. സന്തോഷായില്ലേ? ഞാൻ ഇപ്പൊ റെഡിയാവും. അപ്പൊ ഏത് ചുരിദാർ ഇടുന്ന? ഞാൻ ചുരിദാർ ഇട്ടോണ്ട് വരാം. ഒത്തിരി നാളായ ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് എന്നോട് അപ്പൊ ഒരു ദേഷ്യമില്ല. വേഗാവട്ടെ. ചിമ്മടെ കാര്യം ഇതുവരെ ഇറങ്ങിയില്ലേ? ഇത്ര സമയമായി ഞാൻ ഒരുങ്ങിയിട്ട്. എന്തര ഒരുക്കോ എന്തോ. ജെസ്സി ബാ, സമയായി ബാ. ഇല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നിങ്ങളെവിടെ പോന്ന്? ഞാനും വരുന്നടാ. നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നെടുത്ത്. സിനിമയ്ക്കാ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ കൊണ്ടുപോണ്ടേ? ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുമല്ലേ. പിന്നെ നിങ്ങളോട് അല്ല പിന്നെ ആരോട് വരണം?
അതിന് ഞങ്ങളല്ലേ പോകുന്ന, നിങ്ങളെ വിളിച്ചില്ലല്ലേ? ഞാനും വരുന്നു. എന്ത് മോളെ ഞാൻ വരുന്നതിന് കുഴപ്പം? ഉമ്മയോട് അങ്ങനൊന്നും പറയല്ലേ. ഉമ്മയെ പിന്നെ ആരാ കൊണ്ടുവന്ന? ഉമ്മായി വരട്ടെ. ഞാൻ വരട്ടേടി, നിനക്ക് വല്ല കുഴപ്പമുണ്ടാ? മരുമോൻ എന്ത് മോനെ ഇങ്ങനെയൊക്കെ ഉമ്മ അടുത്ത്? എന്നാ പിന്നെ ഷെമിയും കുഞ്ഞുങ്ങളെയും കൂടെ വിളിക്കായിരുന്നല്ലേ? അതാണ് കാണാം ഉമ്മ ഒരു ദിവസം നിൽക്കാൻ വന്നില്ലേ. ഉമ്മ വരട്ടെ, സഭയുടെ സ്നേഹം ഉമ്മയും കൂടെ അറിയട്ടെ. വാ ഉമ്മ. ആ നീ വാ 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 ഉമ്മ. അയ്യോ, ഇതെന്തൊരു തള്ള ഇത്. മനുഷ്യനെ നാണം കെടുത്താൻ അവിടെ വന്നിരുന്നിട്ട് ഹോട്ടലിൽ ഇരുന്ന് എന്തൊക്കെയായി കാണിച്ചത്. ഒന്ന് മിണ്ടാതി സോറി. വാ ഉമ്മ. നാണക്കേട് തന്നെ. പയ്യെ നോക്കി വാ. ആക്രാന്തം പിടിച്ച ഇങ്ങനെയുണ്ടാ തള്ളമാര്? സഫി നീ എന്റെ ദേഷ്യം വരുവേ. വാ ഉമ്മ. സഫി എന്താണ് പുറത്തോട്ട് ഇറങ്ങിയാല്? ഉമ്മ അല്ലേ, ഒത്തിരിയൊക്കെ ഉമ്മയ്ക്ക് സാധിച്ചാൽ എന്ത് സഫിക്ക്? അവനു ഉമ്മ ഇല്ലേ, അതിന് ഇത്ര സഭയിടുന്ന് പറയുന്നത്? ഉമ്മ അവിടെ വന്നിരുന്ന് കാണിച്ച നീ കണ്ടില്ലേ? അതിനെന്ത്, അവരിത്തിരി പ്രായമുള്ളതല്ലേ? നീ അവിടെ ഇരുന്ന കണ്ടില്ലേ? ടിഷ്യൂ പേപ്പർ വരെ വാരി തിന്ന്. ഓ അതവർക്ക് കൈ തുടയ്ക്കാൻ കൊണ്ടുവന്ന പേപ്പർ. അവർക്ക് അറിയാൻ പറ്റാത്ത ചെയ്തല്ലേ. പോട്ട് ഇതെന്താ സഭ? ആ വെയിറ്റർ പറഞ്ഞാട്ടാ നീ അങ്ങോട്ട് കേറി പോയപ്പോഴേ VIP പോലെ കേറി പോയിട്ടേ ആലമ്പ്. പോ സഭി പോ. ഒന്ന് ഇത്തിരി ഒന്ന്. ഉമ്മ കേറി വാ ഉമ്മ. ഓ ദാ വരുന്നു മോളെ. അനങ്ങാനൊന്നും വയ്യടി, വയറൊക്കെ ഡുമ്മായി പോയില്ലേ. വെങ്ങടന്ന് ചാടുന്ന എന്തിന്? നമ്മളിച്ച് തിന്നൊക്കെ ശീലിച്ച വീട്ടുകാരാ, അല്ലാതെ തിന്നാ അടക്കുന്നതൊന്നും അല്ല. തിന്നത് അവനിക്ക് പഠിത്തില്ലായിരിക്കും. പിന്നെ എന്താ ആ തിയേറ്ററിൽ വന്നിരുന്ന് കാണിച്ചാണ്ടാ. നാണക്കേടായി പോയി മനുഷ്യന്. അത്രയ്ക്ക് നാണൊക്കെ വന്ന് കൂവണോ വിളിക്കണോ? അവിടെ ഇരുന്ന് എന്തൊക്കെയാ വിളിച്ച് കൂവിയത് അവര്. തിയേറ്ററിലൊന്നും പോയിട്ടില്ല. അവര് തിയേറ്ററിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ചാടിക്കേറി എന്റെ കൂടെ വന്നത്? അവർക്കൊരു ആഗ്രഹമല്ലേ, അവര് വന്നെന്ന് പറഞ്ഞത്. എന്താഗ്രഹം? എന്താ സഫി, എന്റെ ഉമ്മ അല്ലേ ഇങ്ങനെ അങ്ങോട്ട് പറയരുത്. ഒട്ടും ദഹിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് നാണക്കേടെന്ന് പറഞ്ഞ എന്റെ സീറ്റിന്റെ ബേക്കിൽ ഇരുന്നവരെ നീ കണ്ടായിരുന്ന? എന്റെ ഓഫീസിലെ ജോലിക്കാരാ. അവരെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കി? എന്റെ മാമി എന്ന് പറയാൻ എനിക്ക് നാണക്കേടല്ലേ? എന്താ സഫി ഇത്? അവര് ആദ്യമായിട്ടാണ് പോന്നേക്കാ, അവർക്ക് അങ്ങനെ ഒന്നും പോയി ശീലമില്ല. ആ ഹോട്ടലിൽ വന്നിരുന്നിട്ടേ എല്ലാം വലിച്ചു വാരി. ഞാനൊന്നും പറയുന്നില്ല. എന്താ മരുമോനെ, എന്താടാ പ്രശ്നം? നാണക്കേടായി പോയി. ഒന്നുമില്ലമ്മ, നീ കൊറേ നേരമായിട്ട് ഇവിടെ കിടന്ന് തുടങ്ങുന്നല്ലേ. എന്ത് നിങ്ങൾ ആ ഹോട്ടലിൽ വന്നിരുന്ന് എന്തായി കാണിച്ചത്? ഒരു പ്ലേറ്റ് 4 പേർക്ക് ഇന്നുള്ള മന്തി എടുത്ത് വലിച്ചു വാരി തിന്നു, കണ്ണും മുഖമൊക്കെ തള്ളി അവിടെ ഇരുന്ന് കാണിച്ച എന്താ ഇത്? പിന്നെ ഒരു പ്ലേറ്റിൽ കൊണ്ടുവച്ചപ്പോ ഒരാൾക്ക് തിന്നാനല്ലേ, അത് ഞാൻ തിന്നാൻ എന്ത് തെറ്റ്? ഞങ്ങളെ വീട്ടിലൊക്കെ ഇത്രയും വലുതിൽ തന്നെ തിന്നുന്നത്. നീ കാണാതെ കിടന്നെന്നും പറഞ്ഞ് ഞങ്ങളൊക്കെ തിന്നു പഠിച്ചതാ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അത്? ഞങ്ങള് തിന്നാത്ത വീട്ടിലൊന്നും അല്ല. കൊണ്ട് വെച്ചിട്ട് ആരമാഞ്ചെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോടി അവനെ. അവിടെ ഇരുന്ന് നാണം കെട്ടുവോ ഞാൻ? ഈ സഫിയുടെ കാര്യം മതി, നാണക്കേട്. എന്റെ നാണക്കേടെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല. അവർ കൊച്ചു പിള്ളേ. പോ ഒന്നുമില്ലമ്മ, ഒന്നുമില്ല. ഉമ്മ പോയി കിടന്നോ. അനങ്ങ് തുടങ്ങുന്നത് അവൻ വണ്ടി ഇരുന്നേ മുറുമുറാ തുടങ്ങിയതാ. ഞങ്ങളൊക്കെ ഇതൊക്കെ കൊറേ കണ്ടതാ. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തന്ന് സിനിമ കാണാൻ പോയപ്പോ മിണ്ടി. ഇതൊക്കെയാണ് അവന്റെ കുഴപ്പം. പിടിച്ചോണ്ട് ഓടിയാത്ത്.
അതൊക്കെ കുഴപ്പം. ഉമ്മാടെ ഒരു കൈക്കില്ല. ശ്ശോ.